ചേട്ടാ നമ്മുടെ ചിന്ന ഓന്താണ്, മറക്കല്ലേ. ഞാൻ ആലോചിക്കുകയാണ് അവൻ എന്ത് ധൈര്യമുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ചായയും പലഹാരമൊക്കെ മേടിച്ച് കഴിക്കാനേ സുവർണകുമാറിന്. അത് അമ്പിളിക്കുട്ടന്റെ ധൈര്യം അവ ഉള്ളത് കൊണ്ടല്ലേ അവൻ അവിടെ കയറി വന്നത്. എൻ്റെ പീതന്മാരെ ഇലക്ഷൻ ആയിപ്പോയില്ല, അവിടെ കരണക്കുറ്റിയൊക്കെ ഞാൻ ഒരെണ്ണം കൊടുത്താനെ. രണ്ടിന്റെയും കാല് തല്ലി പിടിക്കണം. ഇലക്ഷൻ വരെയാണ്, തൽക്കാലം അതുവരെ ഒന്നും വേണ്ട, മാറിയത് ഒരു വോട്ട് ഉള്ള വോട്ടും കൂടി പോകും കേട്ടാ. നമ്മളെ പിള്ളേരെ ഈ വോട്ടൊക്കെ നമുക്ക് തന്നെ. അപ്പം അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വേണ്ടത് ചെയ്യാം. അവനത് കരുതി വെച്ചിട്ടുണ്ട്. ആരെ വിളിക്കണേ? പ്രസിഡന്റ്. അതിനിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ യോജിക്കാനേ ആയിരിക്കും. ഫോൺ എടുക്കാൻ താമസം എന്താ? കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? എന്താ പ്രസിഡന്റ് ക്ലിയർ ആവുന്നില്ല? പ്രസിഡന്റ് എന്താ പറയുന്നൊന്നും വ്യക്തമാവുന്നില്ല. പല്ല് വേദന വല്ലതും ഉണ്ടോ? അത് ചക്കയാണോ? ചക്കയാണോ? ചിക്കനാ? ചിക്കൻ. ചിക്കൻ അല്ല, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങൾ കുഴപ്പമില്ല പ്രസിഡന്റ്. ഞങ്ങൾ പ്രവർത്തനമൊക്കെ ഇങ്ങനെ ഊർജ്ജമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് ഒന്നുകൂടെ ഊർജിതപ്പെടുത്താനുള്ള ഫണ്ട് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളായിരിക്കും. ഈ ഫണ്ട് 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 എന്നുള്ള ഒറ്റ വിചാരമുള്ളോ? അവൻ കുഴപ്പമില്ല. അയാൾ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പിള്ള പറഞ്ഞിട്ടില്ലേ, അദ്ദേഹം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന മുഴുവൻ നിങ്ങൾ അങ്ങ് എടുത്തോ, എനിക്കൊന്നും വേണ്ട. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യും, ഇറങ്ങി ഊർജിതമായിട്ട് പ്രവർത്തിക്കണം. വെയിലാന്നും പറഞ്ഞ് എവിടെയും കയറി ഇരിക്കരുത്. ഇല്ല ഇല്ല പ്രസിഡന്റ് ഒരു കാര്യം ചെയ്യണം, കഴിച്ചോണ്ടിരിക്കല്ലേ ഇച്ചിരി വെള്ളം കുടിക്കണം, അല്ലെ ചിക്കൻ തൊണ്ടേ കുരുങ്ങും. താനത് പറഞ്ഞപ്പോഴാണ് ഹലോ. അപ്പൊ വെള്ളം കുടിച്ചോ. പിന്നെ വല്ലാത്തൊരു തലവേദന, എന്താണെന്നറിയത്തില്ല. ഈ എ സിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നോണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചെന്നോട് ചോദിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാനൊന്നും മയങ്ങട്ടെ കേട്ടോ. അങ്ങനെ ആവാലോ. ഊർജിതമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ശരി, വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഒന്നും കഴിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയി കഴിക്കണം കേട്ടോ. സമയത്ത് എല്ലാം കഴിക്കണം. ശരി ശരി ശരി. അയാളുടെ എന്റെ ഫോൺ എന്റേതായി പോയി. ചിക്കൻ കാലി അടിച്ചോണ്ടിരിക്കുക അവിടെ. നമ്മളിവിടെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. അയാൾക്ക് എ സിക്കകത്ത് ഒരുപാട് സമയം ഇരുന്നുണ്ട്. തലയിൽ എന്തോ വേദന പോലെയോ കുഴപ്പമെന്ന്. കാര്യങ്ങൾ ഊർജിതപ്പെടുത്താൻ പറഞ്ഞാ മതിയല്ലോ. ഇനി ഇവിടെ കുറെ വീടുകളുണ്ട്. ആണെങ്കിൽ ഒരടി നടക്കാൻ പോയി. എന്റെ കാലി അമ്പിളിക്കുട്ടനും ടീം എങ്ങനെ ഇങ്ങനെ നടന്ന് എല്ലായിടത്തും എത്തണം. അവൻ വല്ല വീല് വെച്ചിട്ടുണ്ടോന്ന് ചെരുപ്പിൽ. നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ. എന്തൊക്കെ പറഞ്ഞാലും കാര്യങ്ങൾ ഇനി ഒന്നുകൂടെ ഉഷാറാക്കണം. കാര്യങ്ങൾ ഉഷാറാക്കാം. സംഭവിച്ചത് നമുക്ക് ആ വീടില്ലേ, അവിടെ 2 വീടുണ്ടല്ലേ, ആ വീടിന്റെ അവിടെ ഒന്ന് വാ, നിങ്ങൾ വരും. അതെ അയ്യോ എന്തോ നാരങ്ങ കൊത്തി കൊത്തി തിന്നാലോ. എന്താ സീതേ വെയിലത്ത് കളിക്കല്ലേ അമ്മ. ലണ്ടൻ many many akoya many many dadu amma ഒന്ന് പിടിക്ക് പാവപ്പെട്ടാ. എന്താ കുഴപ്പമില്ല, 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 ഒന്നുമില്ല, ആരുമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വേറെ പ്രശ്നമൊന്നുമില്ല. 4 ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പൊ എന്തിനാടാ ഈ പൊരിവയലത്ത് നടക്കണ? വെയിലാറിയിട്ട് നടന്നാ പോരെ? ഞങ്ങൾക്ക് എല്ലാ വീട്ടിലും കയറി വോട്ട് പിടിക്കണ്ടേ അമ്മാവാ? പ്രസിഡന്റ് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. അതെ, ഒന്നുമില്ല തന്നെ. ഞങ്ങളിങ്ങനെ പാടത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു വെയിലിന്റെ എന്തോ ഒരു സാധനം എന്റെ മുഖത്ത് ഇങ്ങനെ വന്ന് അടിച്ച് ഇങ്ങനെ എന്നെ പിന്നെ തല ചുറ്റി. ഞാൻ അവന് എനിക്കൊന്നും ഓർമ്മയില്ല. അയ്യോ, ശബ്ദം പോലും അടച്ചു പോയല്ലോ. അതൊന്നുമില്ല, കുഴപ്പമില്ല തങ്ക. ഇപ്പൊ ഇച്ചിരി ആശ്വാസമുണ്ട് മക്കളെ. എനിക്ക് ഒന്ന് വീശിത്താ.
കേട്ടിട്ടുള്ളൂ സൂര്യാഘാതം എന്നൊക്കെ. ദൈവമേ, ശബ്ദം പോലും അടച്ചു പോയല്ലോ. വെയില് താന്നിട്ട് പോയിക്കൂടായിരുന്നു നിങ്ങക്ക്? ഇഷ്ടംപോലെ വെള്ളവും കുടിച്ച് കുറെ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. അതെ പിന്നെ റെസ്റ്റ് എടുക്കണം. അതെ അല്ലേ? ആ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ ഒരു പറഞ്ഞു. 2-3 ദിവസത്തേക്ക് എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നോ. അപ്പൊ ആളെ ഞങ്ങളങ്ങോട്ട് ഫോട്ടോ അയച്ചു. അതെ, പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കരുത്. എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയോണ്ടാ. ഇച്ചിരിയെങ്കിലും ഒന്ന് തല പൊക്കാൻ പറ്റിയാൽ ഞാൻ അപ്പം ഇറങ്ങും. പിന്നെ അമ്പിളിക്കുട്ടൻ്റെ അവിടുന്ന് അവൻ ചെല്ലണതിന് മുമ്പ് നമ്മൾ എല്ലായിടത്തും ചെല്ലണം കേട്ടോ. ഒന്നിനും ഒരു കുറവും വരരുത്. ഞാൻ ഒന്ന് ഉഷാറായാൽ ഞാൻ വരും. അളയാ, നീ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം. എനിക്ക് അങ്ങനെ ഒരു മനസ്സമാധാനമല്ലേ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അളിയ, ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പോരാടും. എനിക്ക് ആ വിശ്വാസമുണ്ട് നിങ്ങളെ. പിന്നെ പ്രസിഡന്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ ശരി അളിയ, ഓക്കെ. മുഖത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല കുഴപ്പമില്ല. ആദ്യം ആ ഷർട്ടൊക്കെ ഒന്ന് ഊരിയിട്ടിട്ടേ കുറച്ചേരം കടന്ന. ശരി ശരി ശരി. ആദ്യം ഭയങ്കര ചൂടാ, അവന്റെ ഷർട്ടൊക്കെ ഒന്ന് ഊരി. അതന്നെ, ഇതൊക്കെ അങ്ങ് ഊരിക്കേ. അതെ, ഞാനേ ഒരാളെ വിളിച്ചിട്ട് 10 ഇളനീര് ഇടിക്കാം. ദിവസേന 2 ഇളനീര് കുടിച്ചു. നല്ലതാ. ആ, ഇവിടെ തൈര് ഇരിപ്പുണ്ട്, എടുക്കട്ടെ? അതെടുത്ത് വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ അത് ഇടാം. ഇത്തിരി വെള്ളം തെളിച്ചാലോ? വീട്ട് അവിടെ എങ്ങനെ അകത്തൊന്ന് കിടന്നേ മതി. എന്തൊരു വെള്ളം തെളിക്കണത്? ആർക്കാണ് നിങ്ങളെ തൈര് മണ്ണാങ്കട്ടയെന്ന് ഇവിടെ ആർക്കും വേണ്ട. ചുമ്മാ ഇരിക്കും. സൂര്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് ചെല്ലണ നല്ലതാണ്. അത് സൂര്യാഘാതം ഏറ്റവർക്ക് പോരെ. ഇവിടെ ആർക്ക് സൂര്യാഘാതം ഏറ്റു? ക്ലീറ്റസ് അല്ലേ പറഞ്ഞത്? എപ്പോ? ക്ലീറ്റസ് അല്ലേ ഇപ്പൊ പറഞ്ഞത്? അതൊക്കെ എൻ്റെ ഒരു ചെറിയ നമ്പറായിരുന്നു. ആ പിന്നെ അല്ലാണ്ട് ഇലക്ഷൻ എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അവിടെ നിന്ന് വിളിയും ബഹളോ. ഈ പൊരി വെയിലത്ത് അതും കണ്ട പാർട്ടിയെ പിന്താങ്ങാനായിട്ട് വെയിൽ കൊള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ല. നമ്മുടെ പാർട്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അതൊക്കെ ഞാൻ എൻ്റെ ഒരു ബുദ്ധി ഇങ്ങനെ പ്രയോഗിച്ചു, അത്രേ ഉള്ളൂ. ഇനി ഒരു 4 ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ഇലക്ഷൻ പ്രചരണമൊക്കെ കഴിയും. ഇതാണ് 10 തരമുള്ള രാവണൻ. അൻസാർ ഹലോ അൻസാറേ, എടാ നടരാജനോ? അയ്യോ, എന്നിട്ട് ആശുപത്രിയിൽ പൊക്കോണ്ടിരിക്കുന്നോ? എന്നെ കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കണേ. പൊക്കോണ്ടിരിക്കുകയാണോ? ഓ ആയിക്കോട്ടെ. അവനോട് റെസ്റ്റ് എടുക്കാൻ പറ. ഓ ശരി. ഇവിടുന്ന് ഇപ്പോ അങ്ങോട്ട് പോയ വഴിക്ക് നടരാജന് ഓട്ടോറിക്ഷയ്ക്കകത്തിരുന്ന് സൂര്യാഘാതം ഏറ്റുന്നു. ഓട്ടോറിക്ഷയിലിരുന്ന് സൂര്യാഘാതം നടരാജന്. നാളെ അൻസാറിന് സൂര്യാഘാതം, മറ്റന്നാ ബാബുക്കുട്ടന് സൂര്യാഘാതം, പിന്നെ പ്രസിഡന്റ് ഒറ്റയ്ക്ക് വോട്ട് പിടിച്ച് നടക്കില്ല. നല്ല അണികളാടാ.